പ്രതീക്ഷിക്കുന്ന വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞാൽ 5800 വോട്ട് മിനിമം, അതിന് മേളിലോട്ട് ജയിക്കും. അത് എണ്ണിക്കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. ഇല്ല, നമ്മുടെ രാമപുരം, കടനാട്, മേലുകാവ്, ഇത് 3 നല്ല ലീഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇങ്ങ് വന്നാൽ ഭരണിങ്ങാണം, തലപ്പലം, മൂന്നിലവും തലനാടുമൊക്കെ ഓൾമോസ്റ്റ് ഈക്വലായിരിക്കാം. കരൂര് അല്പം മേൽക്കേ അവർക്ക് കാണും, മുത്തോലി അവർക്ക് മേൽക്കേ ഉണ്ടാവും. പിന്നെ കൊഴുവനാൽ ഓൾമോസ്റ്റ് ഈക്വലായിരിക്കും. ബാക്കി വരുന്ന 2 പഞ്ചായത്തുകൾ എലിക്കുളവും മീനച്ചിലും നമുക്ക് ലീഡായിരിക്കും. നഗരസഭയിൽ നമുക്ക് ലീഡുണ്ടാവും. 500-നും 1000-നും ഇടയ്ക്ക് ലീഡ്. അപ്പം ഞാൻ ഇവരെ ഏതാനും മണിക്കൂറുകളിൽ അറിയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായപ്പെടുന്നുള്ളൂ. BJP അങ്ങനെ കാര്യമായ വോട്ടൊന്നും പിടിക്കാൻ പോകുന്നില്ല. പക്ഷേ ശരിക്ക് കിട്ടിയ 20,000-ന് മേളിൽ 30 താഴെ വോട്ട് പിടിച്ചേക്കാം. എന്നാ തിരിച്ചാ, ഷോൺ കൂടുതൽ പിടിക്കുന്ന ഓരോ വോട്ടും LDF നഷ്ടമാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പോളിംഗ് കുറഞ്ഞു. 1,40,000 പോൾ ചെയ്തെടുത്ത് 136 ഉള്ളൂ. പിന്നെ അതിന് പുറമെ സ്വാഭാവികമായി ഷോൺ വന്നതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കുറേ വോട്ടുകൾ എൻ്റെയും കുറേ വോട്ടുകൾ എൻ്റെയും. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ കുറേ വോട്ടുകൾ വന്നിരുന്നു. കാരണം വികാരപരമായി സീറ്റ് തരാതിരുന്നതിൻ്റെ പേരിൽ വികാരപരമായി കുറേ വോട്ട് ചെയ്ത ആളുകളായിരുന്നു. ആ വോട്ട് ഇപ്പോൾ തിരിച്ചു പോകും. നല്ല കാര്യം, ജയിച്ചു കഴിയുമ്പോൾ ഒന്ന് കാണാമല്ലോ. ഇപ്പോൾ 2800 വോട്ടാണ് 21 നഗരസഭാ പരിധി കിട്ടിയത്. ഇപ്പോൾ തങ്ങൾ പറയുന്നത് 500 വോട്ടാണ്. അപ്പോൾ ബാക്കി കാണുന്ന അല്ല, പോളിംഗ് കുറഞ്ഞിട്ടുണ്ടല്ലോ. 2800 വോട്ട് നഗരസഭാ പരിധിയിൽ ഇല്ലായിരുന്നു, ഭൂരിപക്ഷം ഇല്ലായിരുന്നു UDF-ന്. 65 വോട്ട് ഞാൻ പറയുന്നില്ല, 58 5,800 ലീഡ്. 54,000 ജോസ് കെ മാണി പിടിച്ചു, ഞാൻ 69,000 പിടിച്ചു. ഷിഫ്റ്റായി പോകുന്നതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കാൽക്കുലേഷൻ എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൃത്യം ലീഡ് പറഞ്ഞാൽ അതല്ല അതിൻ്റെ അകത്ത് വ്യത്യാസം. ഷോൺ മാക്സിമം ഈ 4-6 പഞ്ചായത്തുകളിൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു നേരത്തെ ജോർജുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് 4,000 വോട്ട് പിടിച്ചേക്കാം. പപ്പാതിയായിരിക്കും. എനിക്ക് കഴിഞ്ഞ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ഞാൻ പറഞ്ഞില്ല, ലെഫ്റ്റിൻ്റെ കുറേ വോട്ട് കിട്ടിയിരുന്നു. ആ കിട്ടിയ വോട്ടുകൾ എല്ലാം കൂടെ തള്ളിയാലും ഒരു 8 വോട്ട് അങ്ങനെ പോയും, 4 വോട്ട് ഇങ്ങനെ 12 വോട്ട് പോകും. എന്നാലും 69-ന്ന് 12 പോയാൽ 57,000 വോട്ടില്ലേ. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ ഈ ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള കണക്കെടുപ്പിൽ ഓരോ പഞ്ചായത്തിൽ നിന്നോട്ടുള്ള റിപ്പോർട്ട് വെച്ചാണെങ്കിൽ 7,900 വോട്ടിന് നമ്മൾ ജയിക്കും. പക്ഷേ അങ്ങനെ ഒരു നമ്പർ പറഞ്ഞിട്ട് അത് താഴേക്ക് പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ 5,800 പേർ മിനിമം. ഒരു സംശയം വേണ്ട, 5,800 വോട്ടിന് മുകളിൽ ജയിച്ചിരിക്കും. അല്ല, ഇതും ഇങ്ങോട്ടും തെറ്റാൻ പോകുന്നില്ല. ഞാൻ ഒരു മേളിലോട്ടേ പോകുള്ളൂ, താഴോട്ട് പോയില്ല. ഉണ്ടായിരുന്നു, അത് കിട്ടും. അല്ല, കഴിഞ്ഞ തവണ കിട്ടിയെന്ന് പറഞ്ഞാൽ രാമൂർ 700 വോട്ട് ലീഡ് ഉണ്ടായിരുന്നുള്ളൂ. കടനാട് 2,500 ഉണ്ടായിരുന്നു. കടനാട്ടിൽ കുറച്ച് വോട്ടുകൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1,700 വോട്ട് വരെ ലീഡ് കിട്ടാം. പിന്നെ മേലുകാവ് 1,800 വോട്ടുണ്ടായിരുന്നു, ലീഡുണ്ടായിരുന്നു. അന്നേരം ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. അവിടെ വഴി വളരെ ദയനീയമായി കിട്ടുന്നത് നമ്മൾ ശരിയാക്കി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജനം വോട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പം ആ വഴി ചെയ്തതുപോലും അവരന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്ത് വന്നിട്ട് എല്ലാവർക്കും തെറ്റിദ്ധരിക്കല്ലേ. അതുകൊണ്ട് അവിടെ ഒരു 1,200 വോട്ടിൻ്റെ ലീഡ്. ആദ്യ റൗണ്ടിൽ അങ്ങനെ ലീഡ് വരികയില്ല, കാരണം അവർക്ക് മേൽപ്പോയ്മയുള്ള സ്ഥലമാണ് രാമൂരിലെ ആദ്യത്തെ 14 ബൂത്തുകൾ.
രണ്ടാമത്തെ 14 ബൂത്ത് എണ്ണുമ്പോൾ നമുക്ക് ലീഡ് വരും. രണ്ടാം റൗണ്ട് വരും. മൂന്നാമത്തെ റൗണ്ട് വരുമ്പോൾ കടനാട് കൂടെ കയറി വരുമ്പോഴാണ് ലീഡ് കൂടി വരുന്നത്. ആ പ്രതീക്ഷ എന്നും പറയാം. പ്രചാരണം വെച്ച് നോക്കുകയാണെങ്കിൽ ജോസ് കെ മാണി അല്ല, ഷോൺ ജോർജ് ജയിക്കണം. രണ്ടാം സ്ഥാനത്ത് ജോസ് കെ മാണി വരണം, മൂന്നാം സ്ഥാനത്ത് ഞാൻ വരണം. നമ്മൾ ഗ്രാമങ്ങളിലൂടെയാണ് വികസനം നടത്തിയത്. ആ ഗ്രാമീണ വോട്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. കാരണം ഈ മനസ്സറുള്ളപ്പോഴും ഗ്രാമങ്ങളിൽ വികസനം ഇല്ലായിരുന്നു. പാലങ്ങൾ, റോഡുകൾ, ആശുപത്രികൾ, അങ്ങനെയുള്ള അനവധി അംഗൻവാടികൾ, കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ അനവധിയായ അത് പൊതുജനവുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ ഞാൻ ഇടപെട്ടിട്ടുള്ളതുകൊണ്ടും അത് കഴിഞ്ഞുകൊണ്ട് എങ്ങനെയായിരുന്നല്ലോ. അതിപ്പോൾ പറയുന്നത് ശരിയാണ്. ഒരാൾ ഇവിടെ ഒന്നുമില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ TV കാണും ഇവിടെ ഇരുന്ന്. കണ്ടു കഴിഞ്ഞ് ജയിച്ചെന്നറിയുമ്പോൾ ആ വീട്ടിലിരുന്നാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു. ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.